എൻ്റെ പേര് നൈസ് ജോസഫ്. ഞാൻ 56 ബാച്ചാണ്. കോഴ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷമുള്ള ലൈഫ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ട്രേഡിങ്ങിനോടുള്ള അപ്രോച്ച് എങ്ങനെയാണ്? ആക്ച്വലി ട്രേഡിങ്ങിൻ്റെ എന്താണെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു പ്രൊസസ്ലി. ആക്ച്വലി എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കോവർക്കർ ശരിക്കും പറഞ്ഞാൽ ട്രേഡിങ് ഒരു കോച്ചിങ് സെൻറ്ററിൽ പോയിട്ട് ചെയ്തതല്ല. ആൾ ആക്ച്വലി യൂട്യൂബ് ത്രൂ കണ്ട് ട്രേഡിങ് ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ ആളിങ്ങനെ പല കാര്യങ്ങളും പറയുകയും ആൾ പറഞ്ഞു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ വാട്സപ്പ് ത്രൂ കാണുന്നുണ്ട്, അതുപോലെ തന്നെ യൂട്യൂബ് ത്രൂ അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ചെക്ക് ചെയ്യുമ്പോൾ എൻട്രി ആപ്പിനെ കുറിച്ചും അതിൻ്റെ റിവ്യൂസൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ആ റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഇനി ചെയ്യാം. അതുപോലെ തന്നെ നമുക്കൊരു നമ്മുടെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിന് വേണ്ടി കുറച്ച് സപ്പോർട്ടീവായിട്ടൊരു ഫണ്ടിൻ്റെ കാര്യത്തിലും നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലും ഒക്കെ നമുക്കറിയാവുന്ന ഒരു കാര്യത്തിൽ നമുക്ക് ഇറങ്ങിത്തിരിക്കാൻ കുറച്ചുകൂടെ കോൺഫിഡൻസ് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ എൻട്രി ആപ്പ് ഇതിൽ ജോയിൻ ചെയ്യുന്നത്. സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. ഒരു പ്ലാറ്റ്ഫോം വേണം, അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പം അതുകൂടാതെ ക്യാപിറ്റൽ വേണം. ഇതെല്ലാം കാര്യങ്ങളും സ്റ്റോക്ക് മാർക്കറ്റിലും നമ്മൾ ആ ഒരു ബിസിനസ് രീതിയിൽ കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ആ ഒരു ബിസിനസ്സിനേക്കാളും നല്ലത് ട്രേഡിംഗ് എന്ന് പറയുന്ന ബിസിനസ്സാണ് കുറച്ചുകൂടെ നല്ലത് എന്ന് തോന്നുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാഫ് റീറ്റെയിനിങ്, ഞാൻ വേറൊരു ബിസിനസ്സിലാണ് സ്റ്റാഫ് റീറ്റെയിനിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും റൈറ്റ് കാൻഡിഡേറ്റിനെ കിട്ടാനും നമ്മളെന്തായാലും വർക്ക് ചെയ്തേ പറ്റുള്ളൂ. അപ്പം ട്രേഡിങ്ങിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ നോളജ് ബിൽഡ് ചെയ്തിട്ട് അത് ത്രൂ ഒരു ഫാമിലിക്കും അതുപോലെ തന്നെ എനിക്കും ഒരു ടൈം കിട്ടാനും ടൈം സ്പെൻഡ് ചെയ്യാനും പറ്റിയ ആ ഒരു കോൺഫിഡൻസ് എൻ്റെ ലൈഫിൽ വലുതായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നു. അതുകൊണ്ടാണ് എടുത്തു. ഇപ്പോൾ ശരിക്കും 29 ക്ലാസ് കഴിഞ്ഞു. ഇനി കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും ഓരോ ക്ലാസ്സസ് കഴിയുമ്പോഴും ശരിക്കും പറഞ്ഞാൽ മോട്ടിവേറ്റ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ മെൻറ്റേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും അവരുടെ സപ്പോർട്ടിൻ്റെ കാര്യത്തിലും നമ്മൾ നല്ല രീതിയിൽ ശരിക്കും സാറ്റിസ്ഫൈഡും ആണ്. എങ്ങനെയുണ്ട് നമ്മളെ കമ്മ്യൂണിറ്റിയൊക്കെ? എങ്ങനെയുണ്ട് കമ്മ്യൂണിറ്റിയിൽ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഓൺ ജോബ് ടൈമിൽ കുറച്ച് എനിക്ക് ടൈം കിട്ടാറില്ല. എന്നാലും ഞാൻ മാക്സിമം പഴയ മെസ്സേജസ് ആണെങ്കിലും കമ്മ്യൂണിറ്റി വരുന്ന മെസ്സേജസ് ആണെങ്കിലും അതുപോലെ തന്നെ ഓരോരുത്തരുടെയും റിപ്പോർട്ടുകൾ മീൻസ് ബിഗിനേഴ്സിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയുള്ള അതുപോലെ പി ആൻഡ് എൽ റിപ്പോർട്ടും കാര്യങ്ങളും എല്ലാവരും അയക്കാറുണ്ട്. ആ റിപ്പോർട്ടുകൾ കാണുമ്പോഴും അതിൽ ലോസ് ഇടുന്നവരുണ്ട്. അപ്പം മന്ത്ലി റിവാർഡ്സും കാര്യങ്ങളും കൊടുക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ സ്വിംഗ് ട്രേഡിങ്ങിനെ കുറിച്ചും അതുപോലെ തന്നെ ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ പ്ലാറ്റ്ഫോമുകളുമുണ്ട്. അതിലേക്കൊന്നും ഞാൻ കൂടുതലായിട്ട് എത്തിയിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്കൊരു നോളജ് ഉണ്ടായാലാണ് അവർ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് ഇപ്പോൾ പ്രസൻ്റ്ലി ഫ്രീ ടൈമുകളിൽ ആ ഒരു ഡിസ്കോഡ് എന്ന് പറയുന്ന ആപ്പിലാണെങ്കിലും എൻട്രി എന്ന് പറയുന്ന ആപ്പിലാണെങ്കിലും മാക്സിമം നമ്മൾ റെക്കോർഡിങ്ങും കാര്യങ്ങളും കാണാം. അതർ ആക്ടിവിറ്റീസ് നമുക്ക് കാണാൻ പറ്റുന്നു, അതും കണ്ടിന്യൂ ചെയ്യും. ഒരു ബിഗിനറിന് കൊടുക്കാൻ പറ്റുന്ന അഡ്വൈസ് എന്തായിരിക്കും? ട്രേഡിങ്ങിലോട്ട് വരാൻ നിൽക്കുന്ന ഒരു ബിഗിനറിന് കൊടുക്കാൻ പറ്റിയ അഡ്വൈസ്? ട്രേഡിങ്ങിന് വരുന്നതിനെ കുറിച്ച് ഒരു നോളജ് ഫസ്റ്റ് ബിൽഡ് ചെയ്യുക, അതിൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യുക. മെൻറ്റേഴ്സ് പറയുന്ന കാര്യങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ടൈമും അതുപോലെ തന്നെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ സക്സസ്സിലേക്ക് എടുക്കും. പിന്നെ മൈൻഡ് ഗെയിം ആണെന്ന് മൈൻഡ് സെറ്റ് ആയിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 10 മെൻറ്റേഴ്സ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഫേവറേറ്റ് മെൻറ്ററിനെ ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ ആരെ ചൂസ് ചെയ്യും? എനിക്ക് ആക്ച്വലി ഇപ്പം വിഷ്ണു ആണ് ഫസ്റ്റ് ഉണ്ടായിരുന്നത്. ഇപ്പം മുനീബ് എന്ന് പറയുന്ന സാറാണ്. ഓരോരുത്തരുടേതായ രീതിയിലുള്ള ടീച്ചിങ് സ്റ്റൈലാണ്. അപ്പം പ്രസൻ്റ്ലി നിൽക്കുന്ന സ്റ്റാർട്ടിങ് തൊട്ട് പെൻഡിങ് ഉള്ള മുനീഷ് സാർ വരെ എനിക്ക് ആക്ച്വലി ഹെൽപ്ഫുള്ളായിട്ടുള്ളൂ. സാറുമായിട്ട് ഇപ്പം ഞാൻ ലാസ്റ്റ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം സാറിൻ്റെ ആ എക്സ്പീരിയൻസ് ആണ് നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. ആ എക്സ്പീരിയൻസ് എപ്പോഴും വാല്യുബിളാണ്. നമ്മൾക്ക് അറിയാൻ മേലാത്ത കാര്യത്തെക്കുറിച്ച് വാല്യുബിളായിട്ടും നോളജബിൾ ഉള്ള ആൾക്കാർ പറയുന്നതും ശരിക്കും പറഞ്ഞ ഈ ഒരു മോട്ടീവ്. എല്ലാ മെൻറ്റേഴ്സും നല്ല സപ്പോർട്ടീവാണ്, നല്ല ക്ലാസ്സസ്സാണ്. അത് ബിഗിനർ എന്നുള്ള രീതിയിൽ എനിക്ക് ഒത്തിരി യൂസ്ഫുള്ളാണ്. ഇന്നത്തെ ഓഫ്ലൈൻ മീറ്റപ്പ് എങ്ങനെയുണ്ടായിരുന്നു? നമ്മൾ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ട്രേഡിങ്ങിനെ കുറിച്ച് സംസാരിക്കാൻ ആൾക്കാരുണ്ടാവില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നമുക്ക് ഇപ്പോഴറിയാവുന്ന, അപ്പം ബാക്കിയുള്ളവർ എങ്ങനെയാണെന്ന് അറിയാമല്ലോ. അപ്പം നമുക്ക് ഇതിനെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റിയിലും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മീറ്റപ്പ് കാര്യങ്ങൾ നടത്തുമ്പോഴാണ് ശരിക്കും അവരുമായിട്ട് സംസാരിക്കാൻ പറ്റുന്നതും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഫ്യൂച്ചറിലാണെങ്കിലും യൂസ്ഫുൾ ആവുന്നു. ഇടയ്ക്കിടയ്ക്ക് സംഘടിപ്പിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ.